ഹോട്ടലിൽ നിന്നൊരു നീല ട്രോളി ബാഗുമായി രാഹുൽ വരുന്നുണ്ട്. സ്മൃതി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിൽ നിന്ന് അതെ നീല ട്രോളി ബാഗുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങാൻ പോകുന്നത്. കലാശക്കൊട്ട വേദിയിലേക്ക് പോകാൻ പോകുന്നത്. അദ്ദേഹം ഹോട്ടലിലായിരുന്നു. ആ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വലിയ പ്രവർത്തകരുണ്ട്, നിരവധി ആളുകളുണ്ട്. ആ ഹോട്ടലിൽ കയറി പിന്നീട് ഈ ഒലവക്കോട് ജംഗ്ഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. രാഹുൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒപ്പം ഫെനി നയനാർ നീല ട്രോളി ബാഗുമായി ഇറങ്ങി വരുന്നതും കൗതുക കാഴ്ചയായിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നിന്നാണ് രാഹുലിനെ സ്വീകരിച്ചത്, വരവേറ്റത്. നിരവധി പ്രവർത്തകർ ഇപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട് രാഹുലിനെ സ്വീകരിക്കുന്നതിനായി. അവിടെ വന്ന തുറന്ന വാഹനത്തിൽ രാഹുൽ കയറി റോഡ് ഷോയിലേക്ക് കടക്കാൻ പോവുകയാണ്. നിരവധി പ്രവർത്തകർ, ഘടകകക്ഷി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. ഈ യാത്ര സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പോകുന്നതിനിടയിൽ തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെയാണോ അല്ലമീൻ ഇതിനോടൊപ്പം ചേരും. ഈ യാത്രയോടൊപ്പം KPM റീജൻസിയിൽ നിന്ന് തന്നെയാണോ? ഇനി കാറ് മാറി കയറുമോ അല്ലമീൻ? എല്ലാം ആവർത്തിക്കാനാണെങ്കിൽ അല്ല സ്മൃതി, അല്ല. ഹോട്ടൽ ഗ്രാൻഡ് റീജൻസിയാണ്, KPM റീജൻസി അല്ല. വാഹനം മാറി കയറുകയും ചെയ്യും. അതിപ്പോൾ വരുന്ന ഇന്നോവയിൽ നിന്ന് തുറന്ന ജീപ്പിലേക്കായിരിക്കും രാഹുൽ കയറാൻ പോകുന്നത്. പക്ഷേ നീല ട്രോളി ബാഗിന് മാറ്റമില്ല. ആ ബാഗും തൂക്കി വന്ന ഫെനി നയനാനും മാറ്റമില്ല. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാഴ്ചകൾക്കിടയിൽ, പ്രചരണ തിരക്കുകൾക്കിടയിൽ കൗതുക കാഴ്ചയായി വിവാദങ്ങളായിട്ടൊക്കെ മാറിയ സംഭവങ്ങളുടെ പുനരാവിഷ്കരണം കൂടി നടത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുന്നത് എന്നുള്ളൊരു കൗതുക കാഴ്ച കൂടി പാലക്കാട്ടെ പ്രചരണ വേദിയിൽ നിന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. രാവിലെ മുതൽ ഭവന സന്ദർശനമായിരുന്നു. വീടുകൾ കയറി വോട്ട് ചോദിച്ച് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ നീല ട്രോളിയുമായി വന്നത് എന്നുള്ളതാണ്. അത് ഫെനി നയനാർ തന്നെ തൂക്കിക്കൊണ്ട് വന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുക കാഴ്ച. അവിടെ നിൽക്കുന്ന ആളുകളും വനിതകളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതേ നോക്കടി, അന്ന് കണ്ട TV-യിൽ കണ്ട ട്രോളി ബാഗാണോ ഇത് എന്നുള്ള രീതിയിൽ അവർ തന്നെ തമാശ രൂപത്തിൽ പരസ്പരം പറയുന്നതും കേൾക്കാമായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഒലവക്കോട് ജംഗ്ഷനിലേക്ക് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടനെത്തും. ഇവിടെ പ്രവർത്തകരൊക്കെ സമ്മേളിച്ചിട്ടുണ്ട്. പ്രവർത്തകരുടെ വലിയ നിര നമുക്ക് കാണുകയും ചെയ്യാം. നമ്മുടെ ക്യാമറ നമുക്ക് മറ്റൊരു വാഹനത്തിൽ സജ്ജീകരിക്കേണ്ടതുണ്ട്. കാരണം സ്ഥാനാർത്ഥി പര്യടനം ഈ തുറന്ന വാഹനത്തിൽ